ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റിൽ ഒരു ക്യാരറ്റ് ജാമുനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ രീതിയിൽ കുറേ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതുപോലെയല്ല. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് പായസത്തിൻ്റെ മിക്സ് ഇരിപ്പുണ്ടായിരുന്നു, പാലട. അപ്പോൾ വിചാരിച്ചു അത് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. സംഗതി അടിപൊളിയായിട്ടുണ്ട്. വേറൊന്നുമില്ല, 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ ഒന്ന് കുറച്ച് അരക്കപ്പ് പാലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ഈ അരപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും അരക്കപ്പ് പാലും അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കുക. അപ്പോൾ അതിലെ പാലിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ട് കുറുകി നല്ല കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടത് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യോ എല്ലാം തടവി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബോൾസാക്കി ഉരുട്ടാൻ സാധിക്കും. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് പാലിലൊഴിച്ച് മിക്സാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഉരുട്ടിയ ബോൾസ് ആവിയിൽ വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ച് മാറ്റി വയ്ക്കുക. ഇനിയും ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാലട പായസത്തിൻ്റെ മിക്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഷുഗറൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല. ഞാൻ പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലട ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏലക്ക ചതച്ചതൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാല് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഗ്യാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ ഇപ്പോഴാണൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇതിൽ മധുരം ഉള്ളതുകൊണ്ട് വേറെ മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുങ്കുമപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാം ഇതേപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു കളറിന് ബദാമിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1 ഡ്രോപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു കളറ് വരും. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ നന്നായിട്ടൊന്ന് ആവി കയറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ആ ബൗൾസ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ തന്നെ നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ലാസ്റ്റിൽ നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം പുഡിംഗ് ട്രേയിൽ വെച്ചിട്ട് കുറച്ച് കാഷ്യോ അല്ലെങ്കിൽ ആൽമണ്ട്സോ ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തണുപ്പിച്ച് കഴിക്കണം, ഒന്നും പറയാനില്ല. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.